ഓക്കെ, നമ്മളതാ സന്തോഷ് സുരേഷ് ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം, ഒരു ഫേമിലെ പിന്നെ സന്തോഷും സുരേഷും എന്താണ് പാർട്ണർമാരാണ്. അപ്പോൾ നോക്കുക, സന്തോഷ് സുരേഷ് രണ്ട് പാർട്ണർമാർ, അവരുടെ ബാലൻസ് 50,000 40,000. 1/4/2020 1/4, ഒരാളത് 50, മറ്റേയാളത് 40. ഓക്കെ, 50,000 40,000. സന്തോഷ് 10,000 എന്താക്കുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. സന്തോഷ് 10,000 കൊണ്ടുവരുന്നുണ്ട്. എപ്പോഴാണ് നോക്കുക, സന്തോഷ് 10,000 കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരുന്ന ഡേറ്റ് ഏതാണ്? 1/7/2020 1/7 കൊണ്ടുവരുന്നത്. സുരേഷ് 5,000 കൊണ്ടുവരുന്നുണ്ട്. 1/1/2021 1/1/21. ഇതൊക്കെ 20 കേട്ടോ. 5,000 കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മളോട് ചോദ്യം എന്താണെന്ന് നോക്കാം. എടത് ഇയർ എൻഡഡ് കാൽക്കുലേറ്റ് പാർട്ണേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 6% മാർച്ചിലാണ് അവസാനിക്കുന്നത് കേട്ടോ. മാർച്ചിലാണ് അവസാനിക്കുന്നത്. പിന്നെ 6% ആണ് ഇൻട്രസ്റ്റ്. ഇത്രയും കാര്യം കിട്ടിയാൽ മതി നമുക്ക് കണക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യം നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കുക, 1/4/2020 1/4/2020 50,000 കൊണ്ടുവന്നു. അപ്പോൾ 7ാമത്തെ മാസം വരെ നമ്മുടെ കയ്യിൽ 50,000 ഉള്ളത്. അപ്പോൾ 50,000 ഇൻറ്റു 6% അല്ലേ, 6/100 ഇൻറ്റു ഇത് ഇൻട്രസ്റ്റിൻ്റെ 6 കേട്ടോ. ഇനി നമ്മൾ മാസം കണക്കൂട്ടുകയാണ്. 4ാമത്തെ മാസം അല്ലേ, അപ്പോൾ 4 5 6 3 മാസമേ ഉണ്ടാവുള്ളൂ. ബാക്കി 7ാമത്തെ മാസം എന്താക്കുന്നുണ്ട്, എമൗണ്ട് മാറുന്നുണ്ട്. അപ്പോൾ 3/12 50,000 ഇൻറ്റു 6/100 ഇൻറ്റു 3/12 750. അപ്പോൾ പിന്നെ നോക്കുക, 7ാമത്തെ മാസം മുതൽ നമ്മുടെ കയ്യിലുള്ള അവൻ്റെ പൈസ, ബിസിനസ്സിൽ അവൻ്റെ പൈസ എന്തായി കൂടി 60,000 ആയിട്ടുണ്ട്. ഈ 60,000 എത്ര മാസം ബിസിനസ്സിൻ്റെ കയ്യിലുണ്ട് നോക്കുക. ഇനി അവിടെ എന്തില്ല, വേറെ ഒന്നും കൂട്ടാനും കുറക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ആ വർഷം തീരുന്നത് വരെ ഈ 60,000 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ആ വർഷം തീരാൻ എത്ര ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ വർഷം തീരാൻ 1/7 കൊണ്ടുവരുന്നത്. അപ്പോൾ 7 8 9 10 11 12 1 2 3 മാർച്ചിലല്ലേ അവസാനിക്കണത്. അപ്പോൾ 9 മാസം അത് നമ്മളെ കയ്യിലുണ്ട്. 9/12 ഇൻറ്റു 6/100 60,000 ഇൻറ്റു 9/12 ഇൻറ്റു 6/100 2700. അപ്പോൾ സന്തോഷിൻ്റെത് 2700 പ്ലസ് 750 സമം 3,450 സന്തോഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. 3,450. ഓക്കെ, 3,450 കേട്ടോ. ഇനി നമ്മൾ അടുത്തെന്താ കാണുക, നമ്മൾ സുരേഷിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. സുരേഷിൻ്റെ എന്താ സംഭവിക്കണത്, 3,450 ഇവൻ്റെത് കിട്ടി. ഇനി നമ്മളെന്താക്കണം, നമ്മൾ സുരേഷിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. സുരേഷ് ഇവിടെ ഒരു 5,000 കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. 5,000 കൊണ്ടുവരുന്നുണ്ട്. സുരേഷിൻ്റെ ഈ 40,000 നമ്മളെ കയ്യിൽ എത്ര മാസം ഉണ്ടത്, 4. പിന്നെ പിറ്റത്തെ വർഷമല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ 4 5 6 7 8 9 10 11 12 9 മാസം. പിന്നെ 1-ാം തീയതി അല്ലേ 5,000 കൊണ്ടുവരുന്നത്. അപ്പോൾ 9 മാസം ഉണ്ട്. അപ്പോൾ 40,000 ഇൻറ്റു 9/12 ഇൻറ്റു 6/100 ഇതാണ് 1 വരിക. പിന്നെ 45,000 ആയി. ഈ 45,000 എത്ര മാസം ഉണ്ടാവും, 1ാമത്തെ മാസം 2ാമത്തെ മാസം 3ാമത്തെ മാസം, മാർച്ച് തീരുന്നത് വരെ കേട്ടോ. അപ്പോൾ 3 മാസം 3/12 ഇൻറ്റു 6/100 നോക്കുക. നമ്മൾ 40,000 ഇൻറ്റു 9/12 ഇൻറ്റു 6/100 1800. അടുത്തത് 45,000 ഇൻറ്റു 3/12 ഇൻറ്റു 6/100 675. 675 പ്ലസ് 1800 2,475. ഇതാണ് സുരേഷിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്, 2,475. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, റഹീമും സലീമും പാർട്ണർമാരാണ്.
ദ ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി, തുല്യമായിട്ടാണ് കേട്ടോ. ദ മന്ത്ലി ഡ്രോയിങ്സ് ആർ 2500, 12% എന്താവണത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? 2500 റുപ്യ എല്ലാ മാസവും എന്താക്കുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ 2500 × 12, അതാണ് ഉണ്ടാവുക. പിന്നെ ബിഗിനിങ് ഓഫ് എവരി മന്ത്, മിഡിൽ ഓഫ് എവരി മന്ത്, എൻഡ് ഓഫ് എവരി മന്ത്. അപ്പം 6.5 വെച്ചിട്ടും ചെയ്യണം, 6 വെച്ചിട്ടും ചെയ്യണം, 5.5 വെച്ചിട്ടും ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എത്രയാണ്? 12%. റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾ എന്താക്കിയാൽ മതി, കണ്ടാൽ മതി. 3 മാർക്കാണുള്ളത്, കളയരുത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ്. നമ്മൾ റിപ്പീറ്റാണ്, വീണ്ടും എന്താണ് അതേ ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഓക്കെ, അടുത്ത ചോദ്യം നമ്മൾ പിന്നെ പ്രൊഡക്റ്റ് മെത്തേഡിൽ കാണാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി ഞാൻ ജസ്റ്റ് ഫോമേ വരക്കുന്നുള്ളൂ, ചെയ്യേണ്ട രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താക്കുന്നു, ഡേറ്റ് ഇടും, ഡേറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എമൗണ്ട് ഇടും, എമൗണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താവും, പീരിയഡ് ഇടും, പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫെബ്രുവരി 1 4000, മെയ് 1 10,000, ജൂണ് 30 4000, ഇങ്ങനെ ഇടും. എന്നിട്ട് എന്താവുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇത് വർഷപ്പോൾ അവസാനിക്കണമെന്ന് നോക്കണം, ഡിസംബർ 31. അപ്പോൾ ഇനി ഡിസംബർ 31 വരെ എന്ന് പറയുമ്പോൾ എത്ര മാസത്തെ കാലാവധി ഉണ്ട്, ആ മാസം നമ്മൾ ഇവിടെ എന്താക്കും, അടയാളപ്പെടുത്തും. ഓക്കെ, ആ മാസം നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് ഇത് തമ്മിൽ ഗുണിക്കും, ഇത് ഓരോന്ന് തമ്മിൽ എന്താക്കും, ഗുണിക്കും. ആ ഗുണിച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് ഇത് മൊത്തം എന്താക്കുന്നു, ഈ ഓരോ എമൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യും. ഓക്കെ, ഈ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയാം. എന്നിട്ട് എന്താവുന്നു, നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യും. സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു ഇൻട്രസ്റ്റ് ഇൻറ്റു പിന്നെ 1/12. ഓക്കെ, നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് വിശാലമായിട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മളിവിടെ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇല്ല, അത് വീണ്ടും എന്താണ്, റിപ്പീറ്റാണ്, നമ്മളെന്താണെന്നില്ല പറയുന്നില്ല. അടുത്ത ചോദ്യം നോക്കുക, റീന ആൻഡ് റഹന ആർ പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ഷെയർ ഇൻ ദ റേഷ്യോ 3:2 ആണ്. 50,000 40,000 ആണ് എന്തുള്ളത്, ക്യാപിറ്റൽ ഉള്ളത്. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഇയറിൻ്റെ 1 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ്. റീനയ്ക്ക് 2500 സാലറി ഉണ്ട്. പിന്നെ പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആക്കാനുള്ളതാണ്. ഇത് നമ്മളെന്തോ നല്ല രൂപത്തിൽ ചെയ്യും, കാരണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ 2 പ്രോബ്ലം എന്താവുന്നോ നമ്മൾ നല്ല രൂപത്തിൽ ചെയ്യും. ഓക്കെ, പിന്നീട് അങ്ങോട്ട് നമ്മൾ ചെയ്യൂല കേട്ടോ, പിന്നെ നമ്മൾ ജസ്റ്റ് ഫോം മാത്രമേ എന്താവുള്ളൂ, പറഞ്ഞു പോവുള്ളൂ. ഓക്കെ, നമുക്കതവിടെ ചെയ്യാം. നോക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചു. അതിലൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പ്രോഫിറ്റ് ഇവിടെ എഴുതും, ബാക്കി പിന്നെ ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനവും നമ്മൾ ഇവിടെയാണ് എഴുതുക, ക്യാപിറ്റലിനെ കുറക്കുന്ന എല്ലാ സാധനവും നമ്മൾ ഇവിടെയാണ് എഴുതുക. ആ ഒരു സാധനം മാത്രം പഠിച്ചു വെച്ചാൽ മതിട്ടാ. നോക്കുക, ഇവിടെ പ്രോഫിറ്റ് എത്രയാണ് പറയുന്നത് നോക്കുക. ഇവിടെ കണ്ടോ, ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഇയർ എൻഡ് 31st 2021 വാസ് RS 1 lakh. 1 lakh പ്രോഫിറ്റ് ഉണ്ട് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. 1 10 100 1000 10,000 ലക്ഷം 1 lakh അത് എഴുതി. പിന്നെ നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാപിറ്റൽ എന്താവില്ല ഇതിൽ ആഡ് ചെയ്യൂല, അതുപോലെ തന്നെ ഡ്രോയിങ്സും നമ്മൾ എന്താവില്ല ഇതിൽ ആഡ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 സാധനം നമ്മൾ ആഡ് ചെയ്യേണ്ടെന്നർത്ഥം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് രേഖപ്പെടുത്താനുള്ളത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ കാണാം, 50,000 ഇൻറ്റു 5/100. അപ്പോൾ 50,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ, സോറി ഇത് 5 ലക്ഷമാണ് കേട്ടോ, 5 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുക, 50,000 ഉണ്ടാവുക. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 25,000 ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എവിടെ ചേർക്കുക, ഇവിടെയാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റലിന് കൂട്ടുന്ന സാധനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആരുതാണ്, റഹീമിൻ്റെതോ, സോറി റീനൻ്റെത് 25,000, റീന 25,000. ഓക്കെ, ഇനി മറ്റേ ആളത് എത്ര ഉണ്ടാകുക, 4 ലക്ഷം അല്ലേ, 4 ലക്ഷം ഇൻറ്റു 5/100. 4 ലക്ഷത്തെന്ന് പറയുമ്പോൾ 40,000 ഉണ്ടാകുക, 40,000ത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുക, 20,000 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ 20,000 അതും ഇവിടെ എഴുതി.
അപ്പോൾ ടോട്ടൽ ഇവിടെ 45,000 എന്തുണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വഴി ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട വേറെ സാധനം, റീന പെയ്ഡ് സാലറി ഓഫ് 2,500 പെർ മന്ത്. ഒരു കാര്യം മനസ്സിലാക്കുക, മാസത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഇയറിലാണ്. അപ്പോൾ മാസത്തിൽ കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ എന്താക്കണം, ഇയറിലേക്ക് നമ്മൾ എന്താക്കണം, മാറ്റണം. അത് പ്രത്യേകം അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകം അവിടെ ശ്രദ്ധിക്കുക. ആ സാധനം ഇവിടെ 2,500 മാസത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ 2,500 ഇൻറ്റു 12, അതൊരു കൊല്ലത്തിലേക്കാക്കുമ്പം 2,500 ഇൻറ്റു 12 സമം 30,000 വരുന്നത്. ഓക്കെ, ഇത് അവരുടെ ക്യാപിറ്റൽ കൂട്ടുന്ന സാധനമല്ലേ, അതുകൊണ്ട് റീന 30,000, റീനൻ്റെ സാലറി എന്ന് അവിടെ എഴുതണം കേട്ടോ, 30,000. ഓക്കെ, ഇനി എന്തെങ്കിലും സാധനത്തിലേക്കൊന്ന് ആഡ് ചെയ്യാനുണ്ടോ, ജസ്റ്റ് ഒന്ന് നോക്ക്. ഒന്നുമില്ലല്ലോ, അത്രമാത്രമല്ലേ കണക്കിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, ഇനി എന്താക്കുകയാണ്, നമ്മളിത് ബാലൻസ് ചെയ്യണം. പിന്നെ വലിയ എമൗണ്ട് എവിടെയാണ്, ഈ ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കുന്നത്, 1,00,000, 1,00,000 ഇവിടെ നമ്മളെന്താക്കി 1,00,000 എഴുതി. ഓക്കെ, ഇവിടെ 45, 30, 75 ആവുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ ബാലൻസ് എത്രയാണ്, 25,000 ആണ്. ഈ 25,000-ന് നമ്മൾ ഇവിടെ 25,000 നമുക്ക് എഴുതാം. പക്ഷേ എന്താക്കണം, ഇത് രണ്ടാക്കും എന്താക്കണം, വിഹിതം വെച്ച് കൊടുക്കണം. ആ വിഹിതം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം, ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, 3:2, 5 ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 25,000 ഇൻറ്റു 3/5. ഈ 5 ഏതാണെന്ന് വെച്ചാൽ 3:2 അല്ലേ, അപ്പോൾ 3 + 2 അതാണ് ഈ 5. അതായത് 25,000-ന് 5 ഭാഗമാക്കിയില്ലെങ്കിൽ 3 ഭാഗം ഒരാൾക്കും 2 ഭാഗം ഒരാൾക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തത് 25,000 ഇൻറ്റു 2/5. 25,000-ന് 5 ഭാഗമാക്കിയാൽ എത്ര ഉണ്ടാവുക, 5,000 ഉണ്ടാവുക. ഓക്കെ, അപ്പം 5,000 ഇൻറ്റു 3 സമം 15,000 ഫസ്റ്റത്താക്കും, 10,000 രണ്ടാമത്താക്കും, രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 25,000. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണമെന്നോ, റീന 15,000, പിന്നെ ആരുള്ളത്, റഹന, എന്താ പേര്, റഹന. ഓക്കെ, 10,000. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു ട്രിക്ക് എന്താക്കിയാൽ മതി, മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. പ്രിയ ഈസ് എ പാർട്ണർ. പ്രിയ ഒരു പാർട്ണറാണ്. ഹെർ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഫിനാൻഷ്യൽ ഇയറിൽ 2,00,000 ഡ്യൂറിങ് ദ ഇയർ ഷി ഹാസ് വിഡ്രോൺ 30,000. ഹെർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ വാസ് 8,000. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇപ്പോൾ ചോദ്യം എങ്ങനെയാണ്, ഇവളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണണം, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എന്ത് കിട്ടിയിട്ടുണ്ടെന്ന്, 8,000 അവൾക്ക് പ്രോഫിറ്റായിട്ടും കിട്ടിയിട്ടുണ്ട്, ഓൾ 30,000 അതിന് പിൻവലിച്ചും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഇത് ചെറിയൊരു ഫോർമാറ്റ് മാത്രം എന്താക്കി ഉപയോഗിച്ച് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കണക്കാണ് കേട്ടോ. നോക്കാം, ആദ്യം നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഇങ്ങനെ കണക്ക് ചെയ്യേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. ക്ലോസിംഗ് ബാലൻസ് പ്ലസ് വിഡ്രോ, ഓക്കെ, മൈനസ് ക്ലോസിംഗ് ബാലൻസ് പ്ലസ് ആഡ് വിഡ്രോ, അതിലേക്ക് എന്താക്കണം, ആഡ് ചെയ്യണം. എന്നിട്ട് എന്താക്കണം, ലെസ് എന്ത്, പ്രോഫിറ്റ് കിട്ടിയത്. ഈ 3 സാധനം എന്താക്കിയാൽ മതി, നമ്മൾ ചെയ്താൽ മതി. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് പറഞ്ഞത്, എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 2 lakh ആണ്. 10, 100, 1000, 10,000, ലക്ഷം, 2 lakh ആണ്. ഡ്യൂറിങ് ദ ഇയർ ഷി ഹാർ വിഡ്രോൺ 30,000. 30,000 എന്തായിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താക്കണം, ഇതിലേക്ക് ആഡ് ചെയ്യണം 30,000. ഓക്കെ, 30,000 എന്താക്കി വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതെന്താക്കണം, ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്രയായി, 2,30,000 ആയി. 2,30,000 ആയി. ക്ലിയർ അല്ലേ? ഈ 2,30,000 നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഹെർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണോ, അവരുടെ പ്രോഫിറ്റ് എത്രയാണ്, 8,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താക്കണം, അത് ഇവിടെ ലെസ് ചെയ്യണം, 8,000. അപ്പോൾ എത്ര ഉണ്ടാവുക, 2,22,000 ഉണ്ടാവുക. 2,22,000.
ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 2,22,000 അവരുടെ ബാലൻസ്. ഇനി അതിന്മേലേക്ക് എന്താക്കിയാൽ മതിയെന്നോ, ഈ 10% ഇൻട്രസ്റ്റ് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2,22,000 ഇൻറ്റു 10/100. അപ്പോൾ എത്ര ഉണ്ടാവുക? 2,220 ആണ് എന്തുണ്ടാവുക ഉത്തരം ഉണ്ടാവുക. ഓക്കെ, 2,22,000. ഇത് 2,22,000 ആണ്. അപ്പോൾ 22,200 എന്തുണ്ടാവുക ഉത്തരം ഉണ്ടാവുക. ഒരു പൂജ്യം എന്താക്കിയാൽ മതി, അങ്ങോട്ട് വെട്ടിയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാനൊന്നുമില്ല. അവിടുത്തെ എൻഡിങ്ങിലെ ബാലൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് എന്താക്കാന്നോ ഡ്രോയിങ്സും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് കിട്ടിയൊരു പ്രോഫിറ്റിൻ്റെ കണക്കുണ്ടാവും, അതെന്താക്കുക നമ്മൾ മൈനസ് ചെയ്യുക. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റല്ലേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ഉണ്ടായി നമ്മൾ ആദ്യം കാണണം. ഈ ക്യാപിറ്റൽ എത്ര ഉണ്ടായി എന്നാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് ആ പിൻവലിച്ച പൈസയും കൂടെ അതിൽ പെട്ടതായിരുന്നല്ലോ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് എന്താ? അത് പിന്നെ കിട്ടിയതല്ലേ. അപ്പോൾ അത് ആ വർഷത്തിലേക്ക് ആഡ് അല്ലേ. അപ്പോൾ ആഡ് ചെയ്ത സാധനത്ത് എന്താക്കണം, ലെസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ കാര്യം മാത്രം മനസ്സിലാക്കുക. ക്ലോസിംഗ് ബാലൻസ് പ്ലസ് വിഡ്രോ മൈനസ് പ്രോഫിറ്റ്. അപ്പോൾ ആ എമൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് എത്രയാണോ പറഞ്ഞത്, ഇവിടെ 10% ഇൻട്രസ്റ്റ് പറഞ്ഞത്, അതങ്ങോട്ട് എന്താക്കിയാൽ മതി, പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തായാലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എന്താക്കുകയാണ് നമ്മളിത് ഇവിടെ ഉണ്ടാക്കുകയാണ്. ഓക്കെ, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നോക്കുക, ഇതാണ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം കേട്ടോ. ഫ്ലക്ച്വേറ്റിംഗ് ആണ്, പ്രത്യേകം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ ട്രിക്ക് ഓർമ്മ ഉണ്ടല്ലോ, ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനവും ഇവിടെ, ക്യാപിറ്റലിനെ കുറക്കുന്ന എല്ലാ സാധനവും ഇവിടെ. ഒന്ന് നോക്കുക. ഇനി നമ്മൾ ഇവിടെ 2 ആളുണ്ട്. അപ്പോൾ നമുക്ക് 2 അക്കൗണ്ട് വേണം കേട്ടോ, 2 കള്ളി വേണം. റോയി പിന്നുള്ളതാരാ? സാറ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുകയാണ്. ക്യാപിറ്റൽ 1,70,000 ഇവിടെയാണ് വരിക. കാരണം ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാകും കേട്ടോ. ഇത് ക്രെഡിറ്റ് ഭാഗമാണ്, ഇത് ഡെബിറ്റ് ഭാഗമാണ്. ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനവും ക്രെഡിറ്റ് ഭാഗത്തും നമ്മൾ പറഞ്ഞതു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ 1,00,000 ബാലൻസ് നടത്തേണ്ടത് ക്യാപിറ്റൽ എന്നല്ല, ബാലൻസ്. 10, 100, 1000, 10,000, ലക്ഷം. 10, 100, 1000, 10,000. 1,70,000. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. നെക്സ്റ്റ് സാലറി പെർ മന്ത് എന്നവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വർഷത്തിലേക്ക് എന്താക്കണം, മാറ്റണം. അപ്പോൾ ഇവിടെ 800 ഇൻറ്റു 12 ആണ് റോയ്ക്ക് ഉണ്ടാവുക, 700 ഇൻറ്റു 12 ആണ് ആർക്ക് ഉണ്ടാവുക, സാറൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സാലറി നമ്മൾ ഏത് ഭാഗത്താണ് ചേർക്കുക? ക്യാപിറ്റലിന് കൂട്ടുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ചേർക്കുക. 800 ഇൻറ്റു, അപ്പോൾ ഇവിടെ 800 ഇൻറ്റു 12 സമം 9,600. അടുത്തത് 700 ഇൻറ്റു 12 സമം 8,400. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താ ഉള്ളത് നോക്ക്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണ്. അപ്പോൾ 1,00,000ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 8,000 ആണ് ഉണ്ടാവുക. ഓക്കെ, 8,000. ഇതും ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് 8,000. ഇയാളുടെ 70,000 അല്ലേ. അപ്പോൾ 70,000ൻ്റെ 8% എന്ന് പറയുമ്പം 5,600 ഉണ്ടാവുക. ഓക്കെ, അടുത്ത് ഇനി എന്താ ചേർക്കേണ്ടത്? ഡ്രോയിങ്സ് 8,000, 4,500. അത് നോക്കുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ 8,500, എത്ര പറഞ്ഞത്? 8,000, 4,500 അല്ലേ. 8,000, 4,500.
8000 4500 ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതും എന്തുതന്നെയാണ്, നമ്മളെ ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനമാണ്. 500 300 ഓക്കെ. 500 350 അല്ലേ, സോറി ശ്രദ്ധ പോകുന്നുണ്ട്. 500 350 എല്ലാ സാധനവും അല്ലേ. പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ എമൗണ്ട് 60,000 20,000 റുപ്യ എന്തായിട്ടുണ്ട്, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താക്കണം, നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ. അതിന് ഇവരുടെ റേഷ്യോ എത്ര നമ്മൾ ആദ്യം നോക്കണം. ഇവരുടെ റേഷ്യോ എത്രയാണ്, 2:1 ആണ്. ഓക്കെ. അപ്പം 60,000 ഇൻറ്റു 2/3 60,000 ഇൻറ്റു 1/3. ഈ 3 എന്ന് പറഞ്ഞാൽ 2+1 ആണ് കേട്ടോ ഈ 3. എന്നിട്ട് 2 കിട്ടാനുള്ള ആൾ 1 കിട്ടാനുള്ള ആൾ. അപ്പോൾ 60,000 നമ്മൾ 3 ഭാഗമാക്കിയാൽ എത്ര ഉണ്ടാകും, 20,000 ഉണ്ടാകും. അപ്പോൾ 40,000 ഒരാൾക്കും ഉണ്ടാവും, 20,000 ഒരാൾക്കും ഉണ്ടാവും. അത് നമ്മളെ ഇൻട്രസ്റ്റിനെ ക്യാപിറ്റലിനെ കൂട്ടുന്ന സാധനമല്ലേ. അപ്പം നമ്മളിവിടെ 40,000 ഫസ്റ്റ് താക്ക്, റോയ്ക്ക് 40,000 മറ്റേക്ക് 20,000. ഓക്കെ. ഇനി ഇതിലൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി എന്താക്കണം, നമ്മളിത് ബാലൻസ് ചെയ്യണം. നോക്കുക ഏത് ഭാഗമാണ് കൂടുതൽ എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഈ റോയിൻ്റെ ഈ ഭാഗം കൂട്ടാണ്. ഇത് 8500. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തൽക്കാലം ഇവിടെ നിന്ന് എഴുതി വെക്കട്ടോ, 8500. ഇത് ഇതെത്രയായിരുന്നു, 4500 350 അല്ലേ, 4850. ഇത് 4850. ഓക്കെ. ഇനി നമ്മളിത് കൂട്ടണം. 10 100 1000 10000 ലക്ഷം പ്ലസ് 9600 പ്ലസ് 8000 പ്ലസ് 40,000 1,57,600. അപ്പം തന്നെയാണ് വലുത്, 1,57,600. ഈ 1,57,600 എത്ര നമ്മൾ കുറക്കേണ്ടത്, -8,500 നമ്മൾ കുറക്കുക. അപ്പോൾ എത്രയാണ്, 1,49,100 1,49,100 1,57,600. വലിയ സംഖ്യ നമ്മൾ രണ്ട് ഭാഗത്ത് ചെയ്തു. ഓക്കെ. 1,49,100 കിട്ടി. ഇനി മറ്റേ സൈഡ് നമ്മൾ കൂട്ടാണ് കേട്ടോ. 70,000 10,000 പ്ലസ് 8,400 പ്ലസ് 5,600 പ്ലസ് 20,000 സമം 1,04,000 1,04,000. വലിയ സംഖ്യ ഏത് ഭാഗത്താണ്, ഈ ഭാഗത്താണ്. അപ്പോൾ അതേ സംഖ്യ ഇവിടെ എഴുതുക, 1,04,000. ഓക്കെ. 1,04,000 രീതി മൈനസ് 48,80 അല്ലേ, 4,850 സമം 99,150 99,150. യെസ്, ഇതാണത് ബാലൻസ്. ഓക്കെ. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്തായാലും ചെയ്യൽ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. രാജീവും പ്രദീപും പാർട്ണേഴ്സ് അന്വേഷിച്ചു 2:1 ആണ്. ഫസ്റ്റ് ഏപ്രിൽ 2000 ദർ ക്യാപിറ്റൽ ലോസ് 50,000 30,000 റെസ്പെക്റ്റീവ്. പ്രിപ്പയർ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ണേഴ്സ് ഫ്ലക്ച്വേറ്റ്. ഇപ്പം നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ തന്നെയാണ്, കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഞാൻ ബുദ്ധിമുട്ടുള്ള സാധനം മാത്രമേ പറയുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാണാൻ നോക്കുക, എന്നിട്ട് അത് കണ്ടിട്ട് ഏത് ഭാഗത്താണ് എഴുതേണ്ടത്, ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത്, കാരണം ക്യാപിറ്റലിൽ കൂട്ടുന്ന സാധനങ്ങളാണ്. ഡ്രോയിങ്സ് 10,000. ഡ്രോയിങ്സ് ഏത് ഭാഗത്താണ് എഴുതുക, ഡെബിറ്റ് ഭാഗത്താണ് എഴുതുക, കാരണം അത് പിന്നെ ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങും ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനമാണ്. സാലറിയുടെ പെർ മന്ത് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 7,000 തന്നെ മാത്രം എഴുതിയാൽ മതി. ഇത് ക്യാപിറ്റലിനെ കൂട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ഭാഗത്ത് ചെയ്തു. കമ്മീഷൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, സാലറി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്മീഷനും പെർ മന്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ 24,000 എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലാഭം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെന്താക്കണം, നിങ്ങൾ വിഹിതം വെച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒന്ന് നോക്കുക. 5 മാർക്കിന് സാധാരണഗതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം. അവിടെ നോക്കിയാൽ മനസ്സിലാവും, 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ആരും കളയരുത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നൊരു പിന്നെ മാർക്കാണ്. നോക്കുക. അപ്പം നമ്മളെന്താക്കാണ്, ആദ്യം തന്നെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഒരു രൂപം നമ്മളങ്ങോട്ട് വരയ്ക്കുക.
ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ രൂപം വരച്ചു. ഇനി നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ, ലോസ് ആണെങ്കിൽ ഇവിടെ. ഇവിടെ പ്രോഫിറ്റാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത്, നോക്കട്ടോ. യെസ്, 1,82,000 പ്രോഫിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താക്കുക, ഇവിടെ നേരെ 1,82,000. അത് ലോസ് ആണെങ്കിൽ ഇപ്പുറത്തോട്ട് ചെയ്താൽ പ്രോഫിറ്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യാപിറ്റലും ഡ്രോയിങ്സും അല്ലാത്ത എല്ലാ സാധനങ്ങളും മുതലാളിമാരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട, പാർട്ട്നേഴ്സും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും എന്താവും നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യണം. 2:1 ഇത് നമുക്ക് ഓർമ്മ വേണം. കാരണം ഇത് ലാസ്റ്റ് നമുക്ക് ബാക്കി വരുന്ന ബാലൻസിനെ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സാധനം എപ്പോഴും കൃത്യമായിട്ട് ഓർമ്മ വേണം കേട്ടോ. ദർ ക്യാപിറ്റൽ ബാലൻസ് 1/4/2022 40,000, 4 ലക്ഷം 3 ലക്ഷമാണ്. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തില്ല, ക്യാപിറ്റലും ഡ്രോയിങ്സ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിൽ പറയുന്നത് രാജന് പെർ മന്ത് 2,000 സാലറി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2,000 സാലറി കിട്ടുന്ന ഒരാൾക്ക് അത് വർഷത്തിലേക്ക് മാറ്റുമ്പോൾ എന്താവും, 24,000 ആവും. ഓക്കെ, 24,000 ആവും. അത് നമ്മൾ എവിടെ രേഖപ്പെടുത്തേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനം ഇവിടെയാണ്, കുറക്കണ സാധനം ഇവിടെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അപ്പോൾ സാലറി ഇവിടെ ആർക്കാണ് സാലറി കൊടുക്കുന്നത്? രാജനല്ലേ, രാജനോ എന്താ ചങ്ങൻ്റെ പേര്,